ഭയത്തിന്റെ റൂട്ട് കോസ് എന്താണെന്ന് അന്വേഷിച്ചാൽ അത് വേദനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു നല്ല കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്, ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസ് ആണ്. ഇന്ത്യൻ ആർമിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ പല ബാച്ചുകളെ നമ്മൾ ട്രെയിൻ ചെയ്തു. കസ്റ്റംസ് നർക്കോട്ടിക്സ് അവരെ ട്രെയിൻ ചെയ്തു. ഇപ്പൊ CRPF അത്തരത്തിലുള്ള ഫോഴ്സുകളെ നമ്മൾ കളരി ട്രെയിൻ ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. അതിലൂടെ ഇന്ത്യയിൽ ആകമാനം കഴിഞ്ഞ 4 വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ 12,000 പെൺകുട്ടികളെയാണ് ശക്തിയിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ബോഡി ബാലൻസിങ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അതായത് കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ബോഡി ബാലൻസ്, ഈ 4 കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നതിനാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. വയസ്സായ ആൾക്കാർക്ക് നമ്മൾ നോക്കിയാൽ അറിയാം, ഈ 4 കാര്യങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ വടക്കൻ സമ്പ്രദായത്തിൽ അത് മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈ എന്ന് പറയുന്ന തരത്തിൽ കളരിപ്പയറ്റ് പരിശീലിക്കുന്നത് കൊണ്ട് ഒന്ന് ആരോഗ്യകരമായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാകും, വളരെ ഷാർപ്പും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാകും. 3 ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. 4 നമ്മൾ സ്പിരിച്വലി എലിവേറ്റഡ് ആകും. ഈ 4 പ്രോസസ്സുകളാണ് അതിലുള്ളത്. അപ്പൊ അത്തരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ നോളജിനെ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലേക്ക് എത്താം. നമുക്കറിയാം, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ കളരിയെ തേടി വരുന്നുണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചരണം നമുക്ക് കളരിയുടെ മേഖലയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഗുരുക്കന്മാരും ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസും എല്ലാം അവരുടേതായ വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നുണ്ട്. അവരുടേതായ രീതിയിൽ ആ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു നല്ല ശുഭകരമായിട്ടുള്ള ഒരു ഭാവി കാണുന്നുണ്ട്. കൂടുതൽ ട്രെയിനേഴ്സ് വരുമ്പോൾ കൂടുതൽ കളരികൾ ഉണ്ടാവും, വലിയ പ്രചാരണം ലഭിക്കും. നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, കളരിപ്പയറ്റ് പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പം നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉള്ളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററാണ് കളരിപ്പയറ്റിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 400 കുട്ടികളെ കളരി പഠിപ്പിച്ചു 6 സ്കൂളുകളിൽ നിന്ന്. 2 എയ്ഡഡ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, ഇങ്ങനെ 3 കാറ്റഗറി ഓഫ് സ്കൂളുകളിൽ നിന്ന് 400 കുട്ടികളെ കളരി പഠിപ്പിച്ചു. എന്നിട്ട് നിഷ് അറിയാമല്ലോ, ഗവൺമെന്റ് ഏജൻസിയാണ്. നിഷിലെ സൈക്കോളജിക്കൽ ടീമിനെ കൊണ്ട്, അത് വലിയ പ്രോസസ്സായിരുന്നു. എൻ്റെ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസും ഒക്കെ ആയിട്ട് 2 വർഷം എടുത്ത പ്രോസസ്സാണ്. ഇവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ്, കളരി പരിശീലിക്കുമ്പോൾ ഉള്ള സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് എന്ന് പഠിച്ചു. അപ്പോൾ വിത്തിൻ 16 വീക്സ് ഓഫ് ട്രെയിനിങ് അവരുടെ റെസീലിയൻസ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ്, സെൽഫ് എസ്റ്റീം, ഈ 4 ഫാക്കൽറ്റീസും വളരെ നല്ല രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം റെസീലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവാക്കൾക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണതയാണ്. നമുക്കറിയാം, സൂയിസൈഡ് റേറ്റ്, ഇന്ത്യയുടെ സൂയിസൈഡ് റേറ്റ് എടുത്തു കഴിയുമ്പോൾ അതിൽ യുവാക്കൾ എത്രത്തോളം ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പം നമ്മൾ IITs പോകുന്നുണ്ട്. IITs നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. IIT ഖരഗ്പൂർ, റൂർക്കി, റോപ്പാർ, ഇൻഡോർ, ഇവിടെയെല്ലാം. അപ്പോൾ അവിടെയെല്ലാം ചെല്ലുന്ന സമയത്ത് എല്ലാ മാസവും 2-3 കുട്ടികൾ, IITയിലുള്ള കുട്ടികൾ, ക്രീം മൈൻഡ്സ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്, അവർ സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റെസിലിയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റെസിലിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമ്മൾ വീണ് പോകുന്നത്, ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം, ചിലപ്പോൾ ശാരീരികമായിട്ടായിരിക്കാം, വീണ് പോയാൽ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റണം, തിരിച്ചെഴുന്നേറ്റ് വരാൻ പറ്റണം. വീണ് കിടക്കരുത്, വീണ് പോകരുത് എന്ന് നമ്മൾ പറയുമല്ലോ. തിരിച്ചു വരാനുള്ള കഴിവാണ് റെസീലിയൻസ്. അപ്പോൾ കുട്ടികളിൽ റെസീലിയൻസ് ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി ലൈഫ് ചലഞ്ചസിനെ അവന് നേരിടാനുള്ള കരുത്തുണ്ടാവുന്നു. നമുക്ക് അനക്ഡോട്ടലായിട്ട് നമ്മുടെ ഇവിടെയുള്ള കുട്ടികളുടെ റെസീലിയൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഈ രീതിയിലൂടെ അതിനെ തെളിയിക്കാൻ ശ്രമിച്ചു. 2 ഫിയർലെസ്നെസ് ആണ്, ഭയരാഹിത്യമാണ്. ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് എന്ന് പറയും. ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് നമ്മൾ അനലൈസ് ചെയ്താൽ അത് ഭയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഭയത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അന്വേഷിച്ചാൽ അത് വേദനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ. വേദന ഉണ്ടാകുമോ എന്നുള്ള അതാണ് ഭയം. അപ്പോൾ ആ ഭയത്തിൽ നിന്നുള്ള മുക്തിയാണ് രണ്ടാമത്തെ കാര്യം. 3 കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്ലോറേഷൻ. നമുക്ക് നമ്മളെക്കുറിച്ച് എന്തറിയാം? നമുക്കെല്ലാം അറിയാം, പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല.
ഒരു അക്കാഡമിക് സിസ്റ്റവും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഈ പഠന നിലവാരത്തിലേക്ക് ഈ കളരിപ്പയറ്റ് കൊണ്ടുവരുന്നതോടുകൂടി ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ ഇന്ത്യയുടെ കരുത്ത് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു വലിയ പുതിയ തലമുറ, അതാണ് നമ്മുടെ സ്വപ്നം, അഗസ്ത്യത്തിൻ്റെ സ്വപ്നം. പക്ഷേ ഈ എന്തുകൊണ്ട് ഞാൻ നോർമലി ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു പേരൻ്റ് ഒരു കുട്ടിയെ 4-ാമത്തെ വയസ്സിലോ 5-ാമത്തെ വയസ്സിലോ ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ വിടുന്നു, അവരെന്തുകൊണ്ട് ഈ കരാട്ടെ പോലെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കളരിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് ഇത് ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. വാൾ, ഉറുമി, ചിലമ്പ്, അങ്ങനെ പല ആയുധങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. സ്വാഭാവികമായി ഇതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് മുറിവേൽക്കുമോ, അവന് വേദനിക്കുമോ, ഇങ്ങനൊരു ചിന്ത എല്ലാ മാതാപിതാക്കൾക്കും. അതൊരു തെറ്റിദ്ധാരണയാണോ? അല്ല, തീർച്ചയായിട്ടും ആണ്. കാരണം തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം രക്ഷകർത്താക്കൾ അത്രത്തോളം കുട്ടികളെ കളരികളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കളരിയുടെ പ്രോഗ്രഷൻ ഓഫ് ലേണിംഗ് തന്നെ. ഇപ്പോൾ വടക്കൻ സമ്പ്രദായത്തിൽ അത് മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈ എന്ന് പറയുന്ന തരത്തിൽ മെയ്ത്താരി, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മെയ്യൊരുക്കങ്ങളെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെ തെക്കൻ ശൈലിയിൽ പറയുന്നത്, അതായത് ആദ്യം ഫിസിക്കൽ പ്രാക്ടീസാണ്. അവിടെ നമ്മൾ മെയ്പ്പയറ്റുകളിലൂടെ നോർത്തേൺ സ്റ്റൈൽ ഓഫ് കളരിയിൽ നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് കാണുന്ന 2 വ്യത്യാസങ്ങളെന്ന് മെയ്പ്പയറ്റാണ്. പിന്നെ നോർത്തേൺ കളരിയിൽ അറിയാമല്ലോ, നമുക്ക് മെയ്പ്പയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി, റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതുപോലെ തന്നെ ബോഡി ബാലൻസ്, കാർഡിയോവാസ്കുലർ എക്സസൈസ്, ഇതെല്ലാം ചേരുന്നതാണ് ഈ പറയുന്ന നമ്മുടെ മെയ് അഭ്യാസങ്ങളെല്ലാം തന്നെ. തെക്കൻ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ അത് കസർത്തുകളിലൂടെ, പിന്നെ അതുപോലെ തന്നെ ചുവടുകളിലൂടെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ പരിശീലനം 1-1.5-2 വർഷത്തെ പരിശീലനം മുഴുവൻ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. അതിനുശേഷമാണ് അവൻ ആയുധങ്ങളിലേക്ക് കടക്കുന്നത്. അതുമാത്രമല്ല, കളരിപ്പയറ്റ് ഒരു വെൽ റൗണ്ടഡ് സ്റ്റഡിയാണ്. ലോകത്തിൽ ആയോധന കലകളിൽ ചികിത്സാ സമ്പ്രദായം കൂടിക്കലർന്ന ഒരേ ഒരു ആയോധന കല കളരിപ്പയറ്റാണ്. ഇപ്പോൾ ഈ മെയ്യഭ്യാസങ്ങളിൽ തുടങ്ങി എല്ലാ ആയുധങ്ങൾ, കുറുവടി, പിന്നെ നെടുവടി, കത്തി, കഠാര, പിന്നെ വെട്ടുകത്തി, നമ്മളിവിടെ അങ്ങനത്തെ ഉള്ള ആയുധങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, വാളും പരിചയം, ഉറുമിയും, കുന്തം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിച്ചതിന് ശേഷം നമ്മൾ വർമ്മ കലൈ, അതല്ലെങ്കിൽ പ്രഷർ പോയിന്റ്സിനെ കുറിച്ച് പഠിക്കും. അത് ഒരുപക്ഷെ ഒരു ശത്രു അറ്റാക്ക് ചെയ്താൽ എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ആദ്യം പഠിക്കുക. പിന്നീട് മർമ്മസ്ഥാനങ്ങളെ കുറിച്ച്, 108 മർമ്മസ്ഥാനങ്ങളെ കുറിച്ച്, അതിനുശേഷം എങ്ങനെ നമുക്ക് റിവൈവ് ചെയ്യാം, ഒരു മർമാഭിഘാതമേറ്റ ഒരാളിനെ എങ്ങനെ നമുക്ക് അടങ്കലുകളിലൂടെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അടുത്ത് പഠിക്കും. സോ അപ്പോൾ അതൊരു റിവൈവിങ് പ്രോസസ്സിലേക്ക് വന്നു. പിന്നീട് ചികിത്സ, കളരി ചികിത്സാ പദ്ധതി തന്നെയുണ്ട്, മർമ്മ ചികിത്സാ പദ്ധതികളുണ്ട്. അപ്പോൾ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ കൂടിക്കലർന്ന ഒരേ ഒരു ആയോധന കലയാണ്. അതൊരു വലിയ വെൽ റൗണ്ടഡ് സ്റ്റഡിയാണ്. ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള എല്ലാ മെത്തേഡ്സും നമ്മൾ അതിനകത്ത് പഠിക്കും. കാരണം ഇതൊരു വാർ ആർട്ടായിട്ടാണ് ഇവോൾവ് ചെയ്ത് വന്നത്. ഇപ്പം യുദ്ധഭൂമിയിൽ പോയി പോരാടുന്ന ആൾക്കാർക്ക് എപ്പോഴും പരിക്കേൽക്കാം. ആ പരിക്കേറ്റാൽ എങ്ങനെ റിവൈവ് ചെയ്യും എന്നുള്ള നോളജ് കൂടെ നമ്മുടെ ഗുരുക്കന്മാർ നേടി വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ അവരെ ഇമീഡിയറ്റ്ലി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യത്തിൽ, പെട്ടെന്ന് അവരെ റിവൈവ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ, അവർക്ക് കഷായങ്ങളോ മരുന്നുകളോ കൊടുത്തുകൊണ്ട് അവരുടെ ധാതുപുഷ്ടി വരുത്തുന്ന കാര്യത്തിലെല്ലാം ഈ ഒരു ബാക്കിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കളരി എന്ന ആയോധന കല എന്ന കാര്യം പലരും മറന്നു പോകുന്നതാണ്. അതെ, പലരും സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അത് സന്യാസവും അല്ലെങ്കിൽ അത്തരം വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പഠനവുമാണെന്ന് വിചാരിക്കും. അതെ, ആയുർവേദം പോലെ കളരിയും സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്നൊരു അറിവ് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കുറേ വിമർശനങ്ങൾ ഞാൻ കേട്ടായിരുന്നു. കാരണം കളരിപ്പയറ്റിൽ എന്ത് സ്പിരിച്വാലിറ്റി ഇരിക്കുന്നു, കളരിപ്പയറ്റ് ഒരു ആയോധന കല മാത്രമാണല്ലോ, അതിൽ സ്പിരിച്വാലിറ്റിയുടെ യാതൊരു ഭാഗവും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ എസ്പിരിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് തന്നെ കോയിൻഡ് ആയിരിക്കുന്നത്. എന്താണ് എസ്പിരിറ്റോ എന്ന് വെച്ചാൽ ബ്രത്ത് എന്നാണ്, ശ്വാസം. ശ്വാസത്തിൽ നിന്നാണ് സ്പിരിച്വൽ എന്നുള്ള വാക്ക് തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, എല്ലാ ആധ്യാത്മിക ചിന്തകളിലും അൾട്ടിമേറ്റ്ലി തുടങ്ങുന്നത് ശ്വാസക്രമീകരണങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബ്രത്തിനെ നമ്മൾ അറിയുക എന്നുള്ളത് ആണ് സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ പ്രോസസ്സ് തന്നെ. 2, നമുക്കറിയാം കേരളത്തിലെ എല്ലാ കളരികളിലും, കളരികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭേദമില്ല. കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിൽ വളരെയധികം ഊടും പാവും നൽകിയിരുന്ന ഒരു ആരോഗ്യ പദ്ധതിയും ഒരു പ്രതിരോധ കലയുമായിരുന്നു പിന്നെ കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളുടെയും ഗുരുക്കന്മാർ
എല്ലാ അത്തരത്തിലുള്ള വേർതിരിവുകൾ ഇല്ലാത്ത ഒരു ആയോധന കലയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം എപ്പോഴൊക്കെ കളരിയിൽ ആൾക്കാർ എൻ്റർ ചെയ്യുന്നു അവിടെയെല്ലാം അവരൊരു സ്പിരിച്വൽ പ്രോസസ്സ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ തൊഴുത് കയറൽ, നമ്മൾ കളരിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൊഴുത് കയറുന്ന പ്രോസസ്സ്, പൂത്തറ വണക്കം അല്ലെങ്കിൽ ഗുരുവണക്കം, ഇത്തരത്തിൽ ഉള്ള സങ്കല്പങ്ങൾ നമ്മൾ കാണുമ്പോൾ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്യാരി ഓവർ ചെയ്ത് വന്നിട്ട് സ്പിരിച്വൽ പ്രോസസ്സുകളാണ്. അതിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ക്വാളിറ്റി ലേണിംഗ് ആണ്. ഒരു ഫൈറ്ററും ഒരു മാർഷൽ ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പോലെയാണത്. ഫൈറ്റർ എപ്പോഴും അഗ്രഷനാണ് കാണിക്കുന്നത്. അഗ്രഷൻ ഇൻ ദ സെൻസ് അവർക്ക് ഒരു ഷോർട്ട് ടേം ഓഫ് പീരീഡിൽ ഒരാളെ ഡിഫീറ്റ് ചെയ്യാനുള്ള എല്ലാ അഗ്രഷൻസും ആങ്കറും എല്ലാം കൊണ്ടുവരികയാണ്. ആ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. പക്ഷേ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫൗണ്ട് ലൈഫ് സ്റ്റൈലിനെ ദ്യോതിപ്പിക്കുകയാണ്. അതായത് കളരിപ്പയറ്റ് പരിശീലിക്കുന്നത് കൊണ്ട് ഒന്ന് ആരോഗ്യകരമായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് ശരീരം ഉണ്ടാകുന്നു. 2 വളരെ ഷാർപ്പും ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാകുന്നു. 3 ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കുന്നു. 4 നമ്മൾ സ്പിരിച്വലി എലിവേറ്റഡ് ആകുന്നു. ഈ 4 പ്രോസസ്സുകളാണ് അതിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല കാർഡിയോവാസ്കുലർ എക്സസൈസാണ്, ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസാണ്. ഇതൊരു നല്ല ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ്. ഇതൊരു നല്ല എൻഡ്യൂറൻസ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. ഇത് നല്ലൊരു ബോഡി ബാലൻസിങ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അതായത് കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ബോഡി ബാലൻസ്, ഈ 4 കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നതിനാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. വയസ്സായ ആൾക്കാർക്ക് നമ്മൾ നോക്കിയറിയാം, പ്രായമാകുമ്പോൾ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നു, മസിൽ എട്രോഫി വരുന്നു, കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത് കുറവായിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇതിനെയാണ് ഓൾഡ് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. ഈ 4 കാര്യങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ അഗസ്ത്യം കളരി ഫോർ ഓൾ ഏജസ് എന്നുള്ള പേരിൽ നല്ലുടൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കി 6-7 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവിടെ കളരി പരിശീലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ള ആൾക്കാർ ഇവിടെ കളരി പരിശീലിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു നല്ലുടൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാക്കി. കളരി ബേസ് ചെയ്തുകൊണ്ട് പ്രാണ എന്നുള്ള ഒരു ബ്രീത്തിങ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അക്കം എന്ന് പറയുന്ന ഒരു ക്രിയ മെഡിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കി. ശക്തി എന്ന് പറയുന്ന വിമൺ സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം ഉണ്ടാക്കി. അതിലൂടെ ഇന്ത്യയിൽ ആകമാനം കഴിഞ്ഞ 4 വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ 12,000 പെൺകുട്ടികളെയാണ് ശക്തിയിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ പല ബാച്ചുകളെ നമ്മൾ ട്രെയിൻ ചെയ്തു. കസ്റ്റംസ് നർക്കോട്ടിക്സ് അവരെ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ CRPF അത്തരത്തിലുള്ള ഫോഴ്സുകളെ നമ്മൾ കളരി ട്രെയിൻ ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമി അവർക്ക് എന്തിനാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രെയിനിങ് കിട്ടുന്നത് ഇന്ത്യൻ ആർമി അവർക്ക് എന്തിനാണ് കളരിയുടെ ട്രെയിനിങ്? അതെ,